ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം പഞ്ച്വൽ ഡിസൈനും സ്റ്റീരിയോ സ്പീക്കേഴ്സും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ ടെക്കിന്റെ ഹീലിയോ G50 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു 5G ഫോണാണ് ഇത്. ഇപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. യൂണി SoCയുടെ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 X5G അല്ലാന്നറിയിലെ ഐക്യു Z9 X5G എന്നീ ഫോണുകൾ നോക്കാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് CMF Phone 1 റിയൽമി നാർസോ 70 ടർബോ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി 7300 എന്നുള്ള പ്രോസസ്സറൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. റിയൽമിയിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫോണുകൾ 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പം അവൈലബിൾ ആണ്. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളല്ല. ഇനി കുറച്ചും കൂടി ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ 12+ കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ മീഡിയ ടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. എന്നാൽ ക്യാമറയിൽ 50+, 8+, 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പക്ഷേ ക്യാമറയിൽ 50+, 32+, 8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിലും ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതല്ലാതെ ഇതിന്റെ Pro Plus വെർഷനും വരുന്നുണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 64+, 8+, 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ റെഡ്മിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 200+, 8+, 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് പോക്കോ X6 വരുന്നുണ്ട്. പക്ഷെ അതിൽ 200 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇല്ല എന്ന് മാത്രമല്ല വില 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം റെഡ്മി നോട്ട് 13 Pro എടുക്കാവുന്നതാണ്. പിന്നെ നോട്ട് 13 Pro Plusഉം വരുന്നുണ്ട്. അപ്പം 22,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ആ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലോട്ട് വരുമ്പം ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു 18,500 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യു Z9 വിവോ T3 ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 7200 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ 50+, 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ കൊടുത്തിട്ടുള്ളൂ. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകളും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 20,000 രൂപയ്ക്ക് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 8300 അൾട്ര എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. പിന്നെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ
24,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C4 വരുന്നുണ്ട്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ Vivo T3 Proയും അതുപോലെ തന്നെ iQOO Z9s Proയും വരുന്നുണ്ട്. ഏകദേശം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ F6 കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പം പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണാണ് ഇത്. ക്യാമറ ഫോക്കസ്ഡ് ഫോണൊന്നുമല്ല. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A പ്ലസ് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTek Dimensity 7350 Pro എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 25,500 അതുപോലെ തന്നെ 28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് Realme GT60 അതുപോലെ തന്നെ OnePlus Nord 4 നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം രണ്ടിലും 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ റിയൽമിയിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ OnePlusൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. റിയൽമിയിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും OnePlusൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേക്കാണ് വരുന്നത്. പിന്നെ MediaTek Dimensity 8400 Ultra എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 6550 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നോക്കാം. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Vivo T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാം. 1.5K റെസൊല്യൂഷൻ വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 9200 Plus എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിക്കാണ് വരുന്നത്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ iQOO Neo 9 Pro എന്നുള്ള സ്മാർട്ട് ഫോണും ഇപ്പം അവൈലബിൾ ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ S23 FE എന്ന സ്മാർട്ട് ഫോൺ 36,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം 50+8 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. Exynosന്റെ 2200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 mAh ബാറ്ററി ഒക്കെ വരുന്നുള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 36,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 42,300 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus 13R എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി സാംസങ്ങിന്റെ കാര്യത്തിൽ 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. Exynosന്റെ 2400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ 4000 mAh ബാറ്ററിക്കേ വരുന്നുള്ളൂ. 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 പ്ലസും വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ 6.8 ഇഞ്ചിന്റെ Quad HD പ്ലസ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 4900 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പം സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും 2K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 6000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ Vivo X200 നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. MediaTek Dimensity 9400 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ 5800 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള Vivo X200 Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം ഇതിലും 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തതിൽ S25 സീരീസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ 81,000 രൂപ പ്രൈസ് റേഞ്ചിൽ S25 വരുന്നുണ്ട്.
സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ ലഭിക്കും. പിന്നെ ഇതിൽ 4000 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും 81,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ S25 Plus വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള Quad HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. പിന്നെ 4900 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 Ultra എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ വരുമ്പോൾ 6.9 ഇഞ്ചിന്റെ Quad HD Plus AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നുണ്ട്. 200+50+50+10 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഐഫോൺ ആയിരിക്കും വേണ്ടത്. ഇപ്പോൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ ഞാൻ കുറേ പഴയ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം iPhone 15 ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ 15 ഉണ്ട്. അപ്പം 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ബാക്കി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 3749 mAh വരുന്നുള്ളൂ. ടെലിഫോട്ടോ ലെൻസ് ഒന്നും ക്യാമറയിൽ വരുന്നില്ല. അപ്പം ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതെല്ലാം ഒരു 15+ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 4383 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പം 67,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 16 ഇപ്പം 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ 18 Bionic ചിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലും കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നില്ല. അപ്പം 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 16+ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. പിന്നെ 4674 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 16 Pro നോക്കാം. 18 Pro Bionic ചിപ്പാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ 1,13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ Pro Maxും വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.9 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസാണ് വരുന്നത്. പിന്നെ 4685 mAh ബാറ്ററിയും വരുന്നുണ്ട്. 1,38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. പുറത്ത് 3.4 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 3700 mAh ബാറ്ററിയൊക്കെ ഇതിൽ വരുന്നുള്ളൂ. 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 87,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 6 ഉണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4000 mAh ബാറ്ററിയും വരുന്നുണ്ട്. ഇനി വലിയ ഫോൾഡബിൾ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 4 ഉണ്ട്. അപ്പം ഇതിൽ 7.6 ഇഞ്ചിന്റെ വലിയൊരു Quad HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.2 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 4400 mAh ബാറ്ററിക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ സാംസങ് Z Fold 6ഉം വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 1,37,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.